ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചകിരിച്ചോറ് അഥവാ കോക്കോപിറ്റ് വീട്ടിലെങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് കൂടുതൽ നീർവാർച്ച ലഭിക്കുവാനും അതുപോലെ വേര് പിടിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ ചകിരിച്ചോറ് നമ്മൾ നേരിട്ടിട്ട് ചെടിക്ക് ഉപയോഗിക്കുന്നത് ചെടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് സംസ്കരിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടംപോലെ ചകിരി എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. തേങ്ങയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ. ഈ ചകിരി സംസ്കരിച്ചെടുക്കാനായിട്ട് അത് ഒരാഴ്ചയെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വയ്ക്കണം. ആദ്യം നമുക്കിതൊന്ന് വേർതിരിച്ച് വൃത്തിയാക്കി എടുക്കണം. ശേഷം കുറച്ച് വെള്ളത്തിൽ ചകിരി മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് മുക്കി വയ്ക്കുക. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചകിരിയിലുള്ള ഒരു തരം കറ അതിൽ നിന്നും പുറത്തു വരും. അപ്പോൾ ഈ വെള്ളം മാറ്റിയതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ചകിരി ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നത് വരെ വെള്ളത്തിൽ മുക്കി വയ്ക്കണം. ഇനി ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിച്ചി എടുക്കണം. ഇതാണ് ഈ ചകിരിയിലുള്ള കറ. ഇങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയെടുക്കുമ്പോഴാണ് ഇതിലുള്ള കറയും വിഷാംശങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന ചകിരിച്ചോറ് അതത്ര പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല ചകിരിച്ചോറ് കിട്ടും. അതുപോലെ നമുക്ക് കൂടുതൽ ചെടികൾ നടാൻ ആവശ്യമായ ചകിരിച്ചോറ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ ചകിരിച്ചോറൊക്കെ നന്നായിട്ട് സംസ്കരിച്ച് എടുത്തിട്ടുണ്ട്. ഈ ചകിരിച്ചോറ് ഇവിടെ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറേ ദിവസം വെള്ളത്തിൽ കിടന്നത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമുക്കിനി ചെറിയ ചെറിയ പീസായിട്ട് പിച്ച് കീറി അങ്ങനെ എടുക്കാം. ഇനി ഈ പിച്ചി വെച്ച ചകിരിച്ചോറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കഴുകി എടുക്കാം. ഇതിൽ ബാക്കിയുള്ള കറയുടെ അംശം കൂടി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറിലുള്ള കറയൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം ചട്ടിയിൽ മണ്ണും അതുപോലെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള വളമോ ഒക്കെ കൂടി ചാണകപ്പൊടിയോ ഒക്കെ മിക്സാക്കിയിട്ട് ചട്ടിയിൽ നിറച്ച് ഇതിൽ ചെടികളോ പച്ചക്കറികളൊക്കെ നടാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിത് പൊടിച്ചെടുക്കുകയും ആവാം. ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും വളമോ അല്ലെങ്കിൽ കുറച്ച് മണ്ണും ഒക്കെ കൂടി മിക്സാക്കിയിട്ട് നമുക്കിത് ചട്ടിയിൽ നിറച്ച് ചെടികൾ നടാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കിച്ചണിലെ പച്ചക്കറി വേസ്റ്റും അതുപോലെ ഉണങ്ങിയ കരിയിലയും ചാണകവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വളം മിക്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ മണ്ണ് ചേർക്കണമെന്നില്ല. അഥവാ ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഈ വളം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.